നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ മൃതദേഹം തിരുവനന്തപുരത്തെ ദർബാർ ഹാളിൽ പൊതുദർശനം അവസാനിച്ചു. മൃതദേഹം വിലാപയാത്രയായി സജ്ജീകരിച്ച ബസ്സിൽ തിരുവനന്തപുരത്ത് നിന്നും ആലപ്പുഴയിലെ വേലിക്കകത്ത് തറവാട്ട് വീട്ടിലേക്ക്. രാത്രിയോടെ വിലാപയാത്ര ആലപ്പുഴയിലെത്തും. VSന്റെ മരണത്തിൽ അനുശോചിച്ച് സിനിമാ ലോകവും. നിലപാടുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളുടെ പോലും ഹൃദയത്തിലിടം നേടിയ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും CPIMന്റെ സമുന്നത നേതാവുമായ VS അച്യുതാനന്ദന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി സിനിമാ രംഗത്തെ പ്രമുഖർ. കുന്നംകുളം ആർത്താറ്റ് ബൈക്ക് അപകടം. കുന്നംകുളം സ്റ്റേഷനിലെ 2 പോലീസുകാർക്കും ഒരു സ്ത്രീക്കും പരിക്ക്. പരിക്കേറ്റ സ്ത്രീയുടെ നില ഗുരുതരം. ഗുരുവായൂർ ആനക്കോട്ടയിൽ ആന മറ്റൊരാനയെ കുത്തി. കൊമ്പൻ വിഷ്ണുവാണ് നീരിൽ കഴിയുന്ന ഗോപികൃഷ്ണനെ കുത്തിയത്. പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ പ്രതിക്ക് വിവിധ വകുപ്പുകളിലായി 7 മാസം 15 ദിവസം തടവ് ശിക്ഷ. പുഴയ്ക്കൽ അമലാനഗർ പുല്ലംപറമ്പിൽ വീട്ടിൽ 40 വയസ്സുള്ള കൃഷ്ണകുമാറിനെയാണ് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി വിവിധ വകുപ്പുകളിൽ ശിക്ഷിച്ചത്. വാർത്തകൾ വിശദമായി. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ മൃതദേഹം തിരുവനന്തപുരത്തെ ദർബാർ ഹാളിൽ പൊതുദർശനം അവസാനിച്ചു. മൃതദേഹം വിലാപയാത്രയ്ക്കായി സജ്ജീകരിച്ച ബസ്സിൽ തിരുവനന്തപുരത്ത് നിന്നും ആലപ്പുഴയിലെ വേലിക്കകത്ത് തറവാട്ട് വീട്ടിലേക്കാണ് യാത്ര. രാത്രിയോടെ വിലാപയാത്ര ആലപ്പുഴയിലെത്തും. വഴിനീളെ പാർട്ടി പ്രവർത്തകർക്കും ജനങ്ങൾക്കും VSന് ആദരമർപ്പിക്കാൻ സൗകര്യം ചെയ്തിട്ടുണ്ട്. VSനെ ഒരു നോക്ക് കാണാൻ അണമുറിയാതെ ജനപ്രവാഹമാണ് സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ ഉണ്ടായിരുന്നത്. വിലാപയാത്ര കടന്നുപോകുന്ന ദേശീയപാതയ്ക്ക് ഇരുവശവും ആൾക്കൂട്ടം നിലയുറപ്പിച്ചിട്ടുണ്ട്. മരണവാർത്ത അറിഞ്ഞതു മുതൽ സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്ന് തലസ്ഥാനത്തേക്ക് നിരവധി മനുഷ്യർ ഒഴുകിയെത്തുകയും ചെയ്തു. സമരതീക്ഷ്ണമായ ജീവിതം കൊണ്ട് കേരളത്തിന്റെ സാമൂഹിക മനസാക്ഷിയുടെ നേതാവായി മാറിയ VSന് ആദരപൂർണമായ യാത്രാമൊഴിയാണ് തിരുവനന്തപുരം നൽകിയത്. രാവിലെ 9 മണിക്ക് തിരുവനന്തപുരത്ത് ദർബാർ ഹാളിൽ എത്തിച്ച മൃതദേഹത്തിൽ ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഗവർണർ രാജേന്ദ്ര അർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാർ, CPMന്റെ PB അംഗങ്ങൾ, പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളടക്കം സാമുദായിക സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലെ ഒട്ടേറെ പ്രമുഖർ പ്രിയ നേതാവിന് ആദരം അർപ്പിച്ചു. വിവിധ ജില്ലകളിൽ നിന്ന് VSന്റെ അനുയായികളും ആരാധകരും തലസ്ഥാനത്തേക്ക് ഒഴുകിയെത്തി. പാർട്ടിയിലെ പോരാട്ടക്കാലത്ത് VSനൊപ്പം നിന്ന പ്രമുഖരെല്ലാം അവസാനമായി അദ്ദേഹത്തെ കണ്ടു. VSന്റെ മരണത്തിൽ അനുശോചിച്ച് സിനിമാ ലോകവും. നിലപാടുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളുടെ പോലും ഹൃദയത്തിലിടം നേടിയ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും CPIMന്റെ സമുന്നത നേതാവുമായ VS അച്യുതാനന്ദന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി സിനിമാ രംഗത്തെ പ്രമുഖർ. കമൽഹാസൻ, മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ്, ബിജു മേനോൻ, മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, ആസിഫ് അലി, ഇർഷാദ്, പ്രിയനന്ദൻ തുടങ്ങി താരങ്ങളും സംവിധായകരും സാങ്കേതിക പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവരാണ് സമൂഹമാധ്യമങ്ങളിലൂടെ മലയാളത്തിന്റെ പ്രിയ നേതാവിന് അനുശോചനം അർപ്പിച്ചത്. പ്രിയ സഖാവ് VS അച്യുതാനന്ദന് ആദരാഞ്ജലികൾ എന്ന് മമ്മൂട്ടി കുറിച്ചപ്പോൾ ജീവിതം സമരമാക്കിയ നേതാവിന് ആദരാഞ്ജലികൾ എന്നാണ് മോഹൻലാലിന്റെ അനുശോചന കുറിപ്പിലുള്ളത്. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി VS എടുത്ത നിപ്പോടുകളെ സ്മരിച്ചുകൊണ്ടാണ് മഞ്ജു വാര്യരുടെ കുറിപ്പ്. കേരളത്തിനും ഇന്ത്യക്കും യഥാർത്ഥ നേതാവിനെ നഷ്ടമായെന്നാണ് ഉലകനായകൻ കമൽഹാസൻ ഫേസ്ബുക്ക് കുറിപ്പിൽ പങ്കുവച്ചത്. മുതിർന്ന CPIM നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ മുരളി പെരുന്നലി MLA അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിന്റെ സാമൂഹ്യ മാറ്റത്തിൽ നിർണായകമായ പങ്കുവഹിച്ച പുന്നപ്ര വയലാർ സമര നായകൻ എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ ആ പോരാട്ടങ്ങൾ കേരളത്തിന് എന്നും മാതൃകയാണ്. കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നീ നിലകളിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം തന്നെ
എന്നും മനുഷ്യ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ പ്രവർത്തനങ്ങളാണ്. സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിനു വേണ്ടി ഒഴിഞ്ഞു വെച്ചൊരു ജീവിതം എന്ന നിലയിൽ അവസാന നാൾ വരെ അതിനുവേണ്ടി പോരാട്ടം നടത്തിയ വ്യക്തിത്വമാണ് സഖാവ് VS-ൻ്റേത്. കർഷകരുടെ, തൊഴിലാളികളുടെ, അതുപോലെ സ്ത്രീകളുടെ, യുവാക്കളുടെ, മറ്റെല്ലാ ജനവിഭാഗങ്ങളെയും പ്രശ്നപരിഹാരങ്ങൾക്ക് വേണ്ടി താൻ വഹിക്കുന്ന സ്ഥാനമാനങ്ങളെല്ലാം തന്നെ അതിനുവേണ്ടി പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയിരുന്നത്. സഖാവിൻ്റെ വിയോഗം വളരെയേറെ ദുഃഖമുണ്ടാക്കുന്ന ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖവും അഗാധമായ അനുശോചനവും രേഖപ്പെടുത്തുന്നു. കുന്നംകുളം ആർത്താറ്റ് ബൈക്ക് അപകടം. കുന്നംകുളം സ്റ്റേഷനിലെ 2 പോലീസുകാർക്കും ഒരു സ്ത്രീക്കും പരിക്കേറ്റു. പരിക്കേറ്റ സ്ത്രീയുടെ നില ഗുരുതരമാണ്. കുന്നംകുളം സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ അജിൽ, ജ്യോതിഷ്, മടത്തിപ്പറമ്പിൽ വീട്ടിൽ 54 വയസ്സുള്ള ശ്രീദേവി എന്നിവർക്കാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച രാത്രി 7 മണിയോടെ ആർത്താറ്റ് പള്ളിക്ക് സമീപത്തായിരുന്നു അപകടം. കുന്നംകുളം ഭാഗത്തു നിന്ന് ചാട്ടുകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക് റോഡ് മുറിഞ്ഞു കടക്കുകയായിരുന്ന സ്ത്രീയെ ഇടിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. ഇടിയുടെ ആഘാതത്തിൽ പരിക്കേറ്റ ശ്രീദേവിയെ ആദ്യം കുന്നംകുളം മലങ്കര ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. പരിക്കേറ്റ കുന്നംകുളം സ്റ്റേഷനിലെ പോലീസുകാരെ ദയ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ ആനക്കോട്ടയിൽ ആന മറ്റൊരാനയെ കുത്തി. കൊമ്പൻ വിഷ്ണുവാണ് നീരിൽ കഴിയുന്ന ഗോപികൃഷ്ണനെ കുത്തിയത്. ചൊവ്വാഴ്ച രാവിലെ 9:30 സംഭവം. മദപ്പാടിൽ തളച്ചിട്ടിരിക്കുന്ന കൊമ്പൻ ഗോപികൃഷ്ണന്റെ സമീപത്തേക്ക് പനമ്പട്ട എത്തിക്കുവാൻ നിയോഗിച്ച വിഷ്ണു പ്രകോപിതനായി ഗോപികൃഷ്ണനെ കുത്തുകയായിരുന്നു. പാപ്പാന്മാർ ഇടപെട്ടതോടെ ആന ശാന്തനായി. പരിക്ക് സാരമുള്ളതല്ലെന്ന് ആനത്താവളം അധികൃതർ അറിയിച്ചു. മുമ്പ് ആനത്താവളത്തിലെ ആനപ്രതിമ കൊമ്പൻ വിഷ്ണു തകർത്തിരുന്നത് വലിയ വാർത്തയായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ പ്രതിക്ക് വിവിധ വകുപ്പുകളിലായി 7 മാസം 15 ദിവസം തടവ് ശിക്ഷ. ഹൈവേ പോലീസ് ഉദ്യോഗസ്ഥനും പേരാമംഗലം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറുമായിരുന്ന MP വർഗീസിനെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി ദേഹോപദ്രവം ഏൽപ്പിച്ച കേസിലാണ് 2ാം പ്രതിയായ പുഴയ്ക്കൽ അമലാനഗർ പുല്ലംപറമ്പിൽ വീട്ടിൽ 40 വയസ്സുള്ള കൃഷ്ണകുമാറിനെ ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി വിവിധ വകുപ്പുകളിൽ ശിക്ഷിച്ചത്. 1ാം പ്രതി കറുപ്പം വീട്ടിൽ ഫവാദിനെ നേരത്തെ ശിക്ഷിച്ചിരുന്നു. എരനെല്ലൂരിലുണ്ടായ വാഹനാപകടത്തെ തുടർന്ന് നാട്ടുകാർ 2 പേരെ തടഞ്ഞുവെച്ചിട്ടുണ്ട് എന്നറിഞ്ഞ് സ്ഥലത്തെത്തിയ ഹൈവേ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സബ് ഇൻസ്പെക്ടർ വർഗീസിനെയും മറ്റ് പോലീസുകാരെയും മദ്യലഹരിയിലായിരുന്ന 1ഉം 2ഉം പ്രതികൾ ആക്രമിക്കുകയും കൃത്യനിർവഹണം തടയുകയായിരുന്നുവെന്നാണ് കേസ്. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KR രജിത് കുമാർ ഹാജരായി. ഇംഗ്ലീഷ് ഭാഷയെ മാനിച്ചുകൊണ്ട് തന്നെ മാതൃഭാഷയായ മലയാളത്തെ മറക്കാതെ മാതൃരാജ്യത്തിന്റെ സ്വത്വബോധം വളർത്തിയെടുക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് റിട്ടയേർഡ് ചീഫ് സെക്രട്ടറി K ജയകുമാർ IAS പറഞ്ഞു. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിലെ റിട്ടയേർഡ് ഹെഡ്മാസ്റ്റേഴ്സ് കൌൺസിലിന്റെ കേരളം എന്റെ ജന്മനാട്, മലയാളം എന്റെ മാതൃഭാഷ എന്ന കർമ്മ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിലെ NCC അംഗങ്ങൾ ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് K ജയകുമാർ IASനെ സ്കൂളിലേക്ക് സ്വീകരിച്ചത്. സംഘടനയുടെ പ്രസിഡന്റ് PV ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. PI ലാസർ കർമ്മപദ്ധതി സമർപ്പണം നടത്തി. ഷാജു പുതൂർ, പ്രധാനാധ്യാപിക ജൂലിയറ്റ്, രക്ഷാധികാരി MF ജോയ് തോംസൺ, ഉഷ, തങ്കമണി എന്നിവർ സംസാരിച്ചു. ഒന്നും അറിഞ്ഞുകൂടാ, നീ അപകടത്തിൽ ചാടും, അതുകൊണ്ട് നിന്നെ നിയന്ത്രിക്കേണ്ടതും നന്നാക്കേണ്ടതും എൻ്റെ ഉത്തരവാദിത്തമാണ് എന്നാണ് നമ്മുടെ വിചാരം. എന്നാൽ കുട്ടികൾ പറയുന്നു, ഞാൻ സ്വയം നന്നായിക്കൊള്ളാം, എന്നൊന്ന് വെറുതെ വിട്ടാൽ മതി എന്നാണ് പിള്ളേർ പറയുന്നത്. ഇന്ന് കുട്ടികൾ വളരുന്ന സാഹചര്യത്തിൽ അവർക്ക് കൂടുതൽ ലോകബോധവും കൂടുതൽ ഇൻഫർമേഷനും, അറിവെന്ന് ഞാൻ പറയുന്നില്ല, ഇൻഫർമേഷനും ഒക്കെ കിട്ടിയിട്ട് ലോകത്ത് എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ പറ്റിയൊരു ധാരണ വളരെ ചെറുപ്പകാലത്തിൽ തന്നെ കുട്ടികൾ ഉണ്ടാക്കിയെടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ പഴയ മൂല്യബോധം കൊണ്ട് നിയന്ത്രിക്കപ്പെടുന്ന വിദ്യാർത്ഥികൾ അവരുടെ രക്ഷിതാക്കളോടും അധ്യാപകരോടും പഴയതുപോലെ വിനീത വിധേയരായി പെരുമാറുന്നില്ല എങ്കിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അങ്ങനെ ആകാനേ സാധിക്കൂ. ഇത് അംഗീകരിക്കാൻ സാധിക്കാത്ത മുതിർന്നവർക്കാണ് പ്രശ്നം. ഈ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത നമുക്കാണ് പ്രശ്നം. മാറ്റങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് സാധ്യമല്ല. മാറ്റങ്ങളോട് പ്രതികരിക്കാതിരിക്കാൻ കുട്ടികൾക്കും സാധ്യമല്ല. അപ്പോൾ പിന്നെ മാറാതിരിക്കുന്നത് നമ്മുടെ ഭാഗത്താണല്ലോ തെറ്റ് എന്ന് ഞാൻ പറയും. മാറാത്തൊരു കാര്യം മാറ്റങ്ങൾ മാത്രമെന്നൊക്കെ പറയുന്നൊരു ക്ലീശയുണ്ടല്ലോ. അപ്പോൾ അത് വിദ്യാഭ്യാസ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത്. കാരണം ഏറ്റവും പുതിയ ജനറേഷനാണ്, പുതിയ കുട്ടികളാണ് ഈ കാലഘട്ടവുമായി പൊരുത്തപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്.
ഗുരുവായൂർ ക്ഷേത്ര പ്രാദേശിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ വാർഷിക പൊതുയോഗവും ആദരവും സംഘടിപ്പിച്ചു. ഗുരുവായൂർ രുക്മിണി റീജൻസിയിൽ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് GK പ്രകാശ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഗുരുവായൂരിൽ നാമസങ്കീർത്തനത്തിന് നേതൃത്വം നൽകിയ GV രാമനാഥ് അയ്യർ, മാസ്റ്റർ ഓഫ് സർജറി ENT സംസ്ഥാന പരീക്ഷയിൽ 4ാം റാങ്ക് നേടിയ ഡോക്ടർ കൃഷ്ണ M മേനോൻ, BDSൽ ഡോക്ടർ TV അഞ്ജന, SLC +2 പരീക്ഷകളിലെ വിജയികളെയും അനുമോദിച്ചു. സെക്രട്ടറി PA സജീവൻ, ട്രഷറർ മുരളീധര കൈമൾ, വൈസ് പ്രസിഡന്റ് ബിന്ദു നാരായണൻ, ജോയിന്റ് സെക്രട്ടറിമാരായ K മുരളീധരൻ, സദാനന്ദൻ താമരശ്ശേരി, മോഹൻദാസ് ചേലനാട്ട് എന്നിവർ സംസാരിച്ചു. നീലപ്പെരുമാൾ, P ശശിധരൻ, ശൈലജ കേശവൻ, ലതിക പുല്ലാട്ട്, ബിന്ദുദാസ്, K ഗോവിന്ദദാസ്, P രാമചന്ദ്രൻ, OK നാരായണൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ ദേവസ്വത്തിൽ നിയമനം നടത്തുന്ന ഉദ്യോഗാർത്ഥികളിൽ 20% പ്രദേശവാസികൾക്ക് അനുവദിക്കണമെന്നും മാറിവരുന്ന സർക്കാരുകളുടെ നാമനിർദ്ദേശം ചെയ്തുവരുന്ന മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് പ്രദേശവാസികളിൽ നിന്ന് പ്രതിനിധിയെ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവും പ്രമേയത്തിൽ പാസാക്കി. നിദാനമായത് ക്ഷേത്രമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ അതിൻ്റെ മേഖലകളിൽ പ്രാദേശികമായിട്ടുള്ള ഇടപെടൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഗുരുവായൂർ ക്ഷേത്രം സംരക്ഷിക്കുന്നത് മറ്റ് പല സ്ഥലങ്ങളിലും ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രാദേശികമായ ഇടപെടലുള്ളൊരു സ്ഥലമാണ്. ഇവിടെ അഗ്നിക്കിരയായതിനെ സംബന്ധിച്ചെല്ലാം പറഞ്ഞു. ചരിത്രത്തിൽ അതൊക്കെ വലിയ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ഒരുപക്ഷെ ക്ഷേത്രം കത്തിയില്ലായിരുന്നുവെങ്കിൽ ഇന്നും ഇത് സാമൂതിരിപ്പാടിൻ്റെയോ എരുമപ്പെട്ടി പഞ്ചായത്ത് മങ്ങാട് ചാത്തൻകുളം റോഡ് വാർഡിൽ മഹിളാ കോൺഗ്രസ് സംഗമവും ശാസ്ത്രവേദി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെൻസ്ട്രൽ കപ്പ് വിതരണവും നടത്തി. ജില്ലാ പ്രസിഡന്റ് T നിർമ്മല ഉദ്ഘാടനം ചെയ്തു. സാൻഡി മനോജ് അധ്യക്ഷയായി. ശാസ്ത്രവേദി ജില്ലാ സെക്രട്ടറി അരുൺ കരിപ്പാൽ മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ്, ജില്ലാ ജനറൽ സെക്രട്ടറി KR രാധിക, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് NK കബീർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മീന സലമോൻ, കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ബാബു ജസ്റ്റിൻ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് സാൻഡി മനോജിനെയും ജനറൽ സെക്രട്ടറിയായി ജൂഡിയെയും തെരഞ്ഞെടുത്തു. തുടർന്ന് 100ഓളം വനിതകൾക്ക് മെൻസ്ട്രൽ കപ്പ് വിതരണം ചെയ്തു. വിരമിച്ച ജീവനക്കാർക്ക് മെഡിസിപ്പ് എന്ന പേരിൽ നടപ്പിലാക്കുന്ന മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയിലെ അപാകതകൾ പരിഹരിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ യൂണിയൻ എളവള്ളി യൂണിറ്റ് കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കേരളത്തിലെ എല്ലാ ആശുപത്രികളിലും പദ്ധതി നടപ്പിലാക്കുക, ചികിത്സയ്ക്കും മുറികൾക്കും ആവശ്യമായ തുക എല്ലാ ആശുപത്രികളിലും ഏകീകരിക്കുക, അമിത ചാർജ് ഈടാക്കുന്നത് തടയുക എന്നീ അപാകതകളാണ് കൺവെൻഷൻ ചൂണ്ടിക്കാട്ടിയത്. കൺവെൻഷൻ എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് AK ദേവദാസൻ അധ്യക്ഷനായി. മുല്ലശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് RP റഷീദ്, സെക്രട്ടറി KP ജോസഫ്, ട്രഷറർ VP പാപ്പച്ചൻ, ജില്ലാ കമ്മിറ്റി അംഗം KS പരമേശ്വരൻ, വനിതാവേദി കൺവീനർ VM ഗീത, സാംസ്കാരിക വേദി കൺവീനർ കാതറിൻ ആന്റോ, യൂണിറ്റ് സെക്രട്ടറി PS മോളി, ജോജോ V ആന്റണി, MA രാമദാസൻ, KK ഇന്ദിര എന്നിവർ സംസാരിച്ചു. ഡോക്ടറേറ്റ് ലഭിച്ച പെൻഷനേഴ്സ് കുടുംബാംഗമായ ജിബി ജോസിനെ കൺവെൻഷനിൽ ആദരിച്ചു. സംഘടനയിലേക്ക് അംഗത്വമെടുത്ത നവാഗതർക്ക് സ്വീകരണവുമുണ്ടായിരുന്നു. മന്നലാംകുന്ന് GFUP സ്കൂളിൽ PTA വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. വാർഡ് മെമ്പർ അസീസ് മന്നലാംകുന്ന് ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് VH റബിയത്ത് അധ്യക്ഷത വഹിച്ചു. റിട്ടയേർഡ് പ്രധാന അധ്യാപകൻ സജീവൻ രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് എടുത്തു. മറിയം ടീച്ചർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജിസ്ന ലത്തീഫ്, പ്രധാന അധ്യാപിക സുനിത മേപ്പുറത്ത്, മുഹമ്മദ് ഫാസിൽ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി PTA പ്രസിഡന്റ് അസീസ് മന്നലാംകുന്ന്, ജിസ്ന ലത്തീഫ് വൈസ് പ്രസിഡന്റ്, റസിയ ഫിറോസ് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർപേഴ്സൺ തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. കൊരട്ടിക്കര വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി തർപ്പണത്തിന് ഒരുക്കങ്ങളായി. അമാവാസി ദിനമായ വ്യാഴാഴ്ച പുലർച്ചെ 4 മണി മുതൽ ക്ഷേത്രം മേൽശാന്തി അനിൽ മേപ്പറമ്പത്തിന്റെ നേതൃത്വത്തിൽ തർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. 100 കണക്കിന് പേർ എത്തിച്ചേരുന്ന തർപ്പണ ചടങ്ങ് 8 മണിവരെ നീണ്ടുനിൽക്കും. തുടർന്ന് സായുജ്യ പൂജ, തിലഹവനം, താമരമാല ചാർത്തൽ, പാൽപായസ നിവേദ്യം എന്നീ വഴിപാടുകളും ഉണ്ടാകും. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി 1 മുതൽ ആരംഭിച്ച ഔഷധക്കഞ്ഞി വിതരണം കർക്കിടകം 10 വരെ ക്ഷേത്രത്തിലുണ്ടാകും. ചടങ്ങുകൾക്ക് ക്ഷേത്ര ഭരണസമിതി, മാതൃസമിതി കമ്മിറ്റികൾ നേതൃത്വം നൽകും. പഞ്ചവടി ശ്രീ ശങ്കരനാരായണ മഹാക്ഷേത്രത്തിലെ കർക്കിടക വാവുബലിക്കായി ഒരുക്കങ്ങൾ പൂർത്തിയായി. ജൂലൈ 24 പുലർച്ചെ 2:30 പഞ്ചവടി വാക്കടപ്പുറത്ത് പണ്ഡിത ശ്രേഷ്ഠരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ചടങ്ങുകൾ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. അജൈവ മാലിന്യങ്ങളിൽ നിന്നും ലഭിച്ച സ്വർണം ഉടമയ്ക്ക് തിരിച്ചു നൽകി പുനയൂർ പഞ്ചായത്തിലെ ഹരിതകർമ്മസേനാംഗങ്ങൾ മാതൃകയായി.
അജൈവ മാലിന്യ ശേഖരണത്തിനിടയിൽ ചാക്കിൽ നിന്നാണ് സൗദാബി, ഹാജര എന്നിവർക്ക് സ്വർണ്ണാഭരണം ലഭിച്ചത്. ഉടനെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും 20-ാം വാർഡിൽ താമസിക്കുന്ന മൂത്തേടത്ത് ഷിഹാബുദ്ദീന്റെ വീട്ടിൽ നിന്നും ശേഖരിച്ച അജൈവ മാലിന്യത്തിൽ നിന്നാണ് സ്വർണ്ണാഭരണം കണ്ടെത്തിയത് എന്ന് തിരിച്ചറിയുകയും ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എന്നിവരുടെ സാന്നിധ്യത്തിൽ സ്വർണ്ണാഭരണം ഉടമയ്ക്ക് തിരിച്ചു നൽകുകയായിരുന്നു. മുൻ മുഖ്യമന്ത്രിയും CPIM സ്ഥാപിച്ചവരിൽ ജീവിച്ചിരുന്ന അവസാന വ്യക്തിയുമായ VS അച്യുതാനന്ദന്റെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തി CPIMന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ മൗനജാഥ സംഘടിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്. ചാവക്കാട് നടന്ന മൗനജാഥയ്ക്ക് ഗുരുവായൂർ MLA NK അക്ബർ, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, TT ശിവദാസൻ, AH അക്ബർ, മാലിക്കുളം അബ്ബാസ്, PS അശോകൻ എന്നിവർ നേതൃത്വം നൽകി. ഇമ്പച്ചി ബാബ സ്മാരക മന്ദിരത്തിൽ നിന്നും തുടങ്ങിയ ജാഥ നഗരം ചുറ്റി സമാപിച്ചു. CPM ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂവത്തൂരിൽ നടന്ന മൗനജാഥയ്ക്ക് PG സുബിദാസ്, ആഷിഖ് വലിയകത്ത്, BR സന്തോഷ്, CF രാജൻ, ലതി വേണുഗോപാൽ, PK രമേശ് എന്നിവർ നേതൃത്വം നൽകി. ചൂണ്ടൽ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൂണ്ടൽ സെന്ററിൽ നടന്ന ജാഥയ്ക്ക് MP പ്രവീൺ, M പീതാംബരൻ, TP റാഫേൽ, CD വാസുദേവൻ, TA ഫൈസൽ എന്നിവർ നേതൃത്വം നൽകി. കാട്ടകാമ്പാൽ രാമപുരം 2-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലീലമാണ്ടാൾ വസതിയിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തി. വാർഡ് പ്രസിഡന്റ് അലി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ, SSLC, +2 വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾ എന്നിവരെ K ജയശങ്കർ, മണ്ഡലം പ്രസിഡന്റ് MM അലി, പഞ്ചായത്ത് അംഗം MA അബ്ദുൾ റഷീദ് എന്നിവർ അനുമോദിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ MS മണികണ്ഠൻ, പ്രമീള രാജൻ, ശ്രാവൺ, ധന്യ മണികണ്ഠൻ, ഉദയ ശങ്കർ, സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. പഴഞ്ഞി മാർ ബസേലിയോസ് LP സ്കൂളിൽ ചാന്ദ്രോത്സവം 2025 എന്ന പേരിൽ വിവിധ പരിപാടികളോടെ ചാന്ദ്രദിനാഘോഷം നടത്തി. റോക്കറ്റ് നിർമ്മാണം, പോസ്റ്റർ, കൊളാഷ്, ക്വിസ്, അമ്പിളി കവിത, വീഡിയോ പ്രദർശനം, അമ്പിളി മാമന് ഒരു കത്ത്, ഡിജിറ്റൽ മാസിക തുടങ്ങിയ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികൾ നിർമ്മിച്ച റോക്കറ്റുകളുടെ പ്രദർശനവും സോളാർ സിസ്റ്റം മോഡലും റോക്കറ്റ് വിക്ഷേപണത്തിന്റെ ട്രയൽ നടത്തിയതും കൗതുകമായി. അധ്യാപകരായ ഫെമി വർഗീസ്, സിംന സണ്ണി, സാരുൺ K സൈമൺ എന്നിവർ നേതൃത്വം നൽകി. 142 വർഷത്തിലധികം പഴക്കമുള്ള ഒരുമനയൂർ മാങ്ങോട്ട് AUP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ മഹാസംഗമം സംഘടിപ്പിച്ചു. ഒരുമനയൂർ പഞ്ചായത്ത് ഹാളിൽ നടൻ ശിവജി ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്തു. ഷെമി ഖാദർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് രാമകൃഷ്ണ മേനോൻ മുഖ്യാതിഥിയായി. മാനേജ്മെന്റ് അംഗങ്ങളായ രമണി, ദേവി, അഡ്വക്കേറ്റ് രാമചന്ദ്രൻ, പൂർവ്വ അധ്യാപകരായ നസീമ, ബിൻസൺ, ലക്ഷ്മിഭായ്, ശാന്ത, പൂർവ്വ വിദ്യാർത്ഥികളായ ഡോക്ടർ ശശികുമാർ, സൈനബ് ചാവക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ പ്രമുഖരായ സുധീർ, തകിൽ വിദ്വാൻ ഭാസ്കരൻ, നൃത്ത അധ്യാപകൻ സുനിൽ, ഗായിക റൈഹാന മുത്തു, ബോഡി ബിൽഡിംഗിൽ സംസ്ഥാന ജില്ലാ തലത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ മുഹമ്മദ് സബീർ ഷഹീർ എന്നിവരെ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. പ്രോഗ്രാം ഡയറക്ടർ കബീർ അമ്പലത്ത് വീട്ടിൽ, വൈസ് ചെയർമാൻമാരായ ലിയാഖത്ത്, ഷാജഹാൻ, ഹൈദ്രോസ് കാരയിൽ, വൈസ് കൺവീനർ ജസീന, മറ്റ് അംഗങ്ങളും സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും ഉണ്ടായിരുന്നു. ചാലിശ്ശേരി കവുക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ കർക്കിടക വാവു ബലിതർപ്പണം വ്യാഴാഴ്ച നടക്കും. രാവിലെ 5 മണി മുതൽ ബലിതർപ്പണം ആരംഭിക്കും. പാലക്കാട്ടിരിമന ശങ്കരൻ നമ്പൂതിരി, ജയൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് തിലഹോമവും ഉണ്ടാകും. ബലിതർപ്പണത്തിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയതായി ദേവസ്വം കമ്മിറ്റി അറിയിച്ചു. ഹിന്ദു ഐക്യവേദിയും ഗുരുവായൂരപ്പൻ യോഗാനിലയവും സംയുക്തമായി കർക്കിടക ആത്മീയ ആരോഗ്യ സദസ്സും ഔഷധ കഞ്ഞി വിതരണവും നടത്തി. സ്വാമി തേജസ്വരൂപാനന്ദ ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു ഐക്യവേദി ഗുരുവായൂർ മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് KV നിർമ്മലൻ അധ്യക്ഷത വഹിച്ചു. സ്വാമിനി ഹേമാംബിക ശങ്കരി മുഖ്യപ്രഭാഷണം നടത്തി. ചെറുവത്താനി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി പ്രഭാഷണം നടന്നു. തൃശൂർ ശ്രീരാമകൃഷ്ണ മഠത്തിലെ മുതിർന്ന സ്വാമിയും പ്രബുദ്ധ കേരളം മാസികയുടെ പത്രാധിപരുമായ സ്വാമി നന്ദാത്മജാനന്ദ പ്രഭാഷകൻ. പ്രഭാഷണത്തിന് ശേഷം ഔഷധ കഞ്ഞി വിതരണവും ഉണ്ടായി. ക്ഷേത്രം സേവാസമിതി പ്രസിഡന്റ് KN ഷാജി, ട്രഷറർ VK രമാഭായ്, KK രവീന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,240 രൂപ, പവന് 73,920 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 123 രൂപ. ചരമം
തിരുമിറ്റക്കോട് തെക്കൂട്ട് രാമൻകുട്ടി നിര്യാതനായി 79 വയസ്സായിരുന്നു. CPM തിരുമിറ്റക്കോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, മുൻ ഏരിയ കമ്മിറ്റി അംഗം, ഒറ്റപ്പാലം താലൂക്ക് കാർഷിക വികസന ബാങ്ക് ഡയറക്ടർ, തിരുമിറ്റക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർ, വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ചാഴിയാട്രി UP സ്കൂൾ ജീവനക്കാരനുമായിരുന്നു. സംസ്കാരം ചാഴിയാട്രിയിലെ വീട്ടുവളപ്പിൽ നടന്നു. കമല ടീച്ചറാണ് ഭാര്യ. ജയശ്രീ, രത്നകുമാർ, രാജശ്രീ എന്നിവർ മക്കളാണ്. ആർത്താറ്റ് അരമന ചാപ്പലിന് സമീപം താമസിക്കുന്ന വാഴപ്പുള്ളി കണ്ടൻ മകൻ ബാലൻ നിര്യാതനായി 65 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9 മണിക്ക് കുന്നംകുളം നഗരസഭ ക്രിമിറ്റോറിയത്തിൽ നടക്കും. ശാന്ത ഭാര്യയും സനീഷ്, സൗമ്യ, ശരണ്യ എന്നിവർ മക്കളുമാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ മൃതദേഹം തിരുവനന്തപുരത്തെ ദർബാർ ഹാളിൽ പൊതുദർശനം അവസാനിച്ചു. മൃതദേഹം വിലാപയാത്രയ്ക്കായി സജ്ജീകരിച്ച ബസ്സിൽ തിരുവനന്തപുരത്ത് നിന്നും ആലപ്പുഴയിലെ വേലിക്കകത്ത് തറവാട്ട് വീട്ടിലേക്ക്. രാത്രിയോടെ വിലാപയാത്ര ആലപ്പുഴയിലെത്തും. VSന്റെ മരണത്തിൽ അനുശോചിച്ച സിനിമാ ലോകവും. നിലപാടുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളുടെ പോലും ഹൃദയത്തിലിടം നേടിയ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും CPIMന്റെ സമുന്നത നേതാവുമായ VS അച്യുതാനന്ദന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി സിനിമാ രംഗത്തെ പ്രമുഖർ. കുന്നംകുളം ആർത്താറ്റ് ബൈക്ക് അപകടം. കുന്നംകുളം സ്റ്റേഷനിലെ 2 പോലീസുകാർക്കും 1 സ്ത്രീക്കും പരിക്കേറ്റു. പരിക്കേറ്റ സ്ത്രീയുടെ നില ഗുരുതരം. ഗുരുവായൂർ ആനക്കോട്ടയിൽ ആന മറ്റൊരാനയെ കുത്തി. കൊമ്പൻ വിഷ്ണുവാണ് നീരിൽ കഴിയുന്ന ഗോപികൃഷ്ണനെ കുത്തിയത്. പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ പ്രതിക്ക് വിവിധ വകുപ്പുകളിലായി 7 മാസം 15 ദിവസം തടവ് ശിക്ഷ. പുഴയ്ക്കൽ അമലാനഗർ പുല്ലംപറമ്പിൽ വീട്ടിൽ 40 വയസ്സുള്ള കൃഷ്ണകുമാറിനെയാണ് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി വിവിധ വകുപ്പുകളിൽ ശിക്ഷിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.